2020 കീമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് dy/dx ഈക്വൽ ടു 2x മൈനസ് y ഡിവൈഡഡ് ബൈ x പ്ലസ് 2y ഈസ് ഗിവൺ ബൈ ഓപ്ഷൻ എ x സ്ക്വയർ മൈനസ് y സ്ക്വയർ മൈനസ് xy ഈക്വൽ ടു c, x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് y പ്ലസ് x ഈക്വൽ ടു c, x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് xy ഈക്വൽ ടു c, ആൻഡ് 2x square plus y square plus xy plus y equal to c, and last option x square minus y square minus xy plus x equal to c. ഓക്കെ, തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതി നോക്കാം. dy/dx ഈക്വൽ ടു 2x മൈനസ് y ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y. ഓക്കെ, ഇനി ഇത് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. dy into x plus 2y equal to dx into 2x minus y. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടും x into dy plus 2y into y dy equal to 2x into dx minus y into dx. ഇതിൽ റൈറ്റ് സൈഡിൽ ഉള്ള വാല്യൂസിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് വരുന്നത് എക്സ് ഡി വൈ, ഈ വൈ ഡി എക്സിനെ ഞാൻ അടുത്ത ടൈമായിട്ട് എഴുതാം, പ്ലസ് വൈ ഡി എക്സ്, ദെൻ 2y ഡി വൈ മൈനസ് 2x ഡി എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് രണ്ട് ടൈം നോക്കിയാൽ, അതായത് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് നോക്കിയാൽ നമുക്ക് അത് എന്തിൻ്റെ ഡെറിവേറ്റീവായിട്ടാണ് കിടക്കുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്നുള്ള ഫോമിലല്ലേ. അതായത് ഇതിനെ നമുക്ക് ഡി ഓഫ് എക്സ് വൈ എന്ന് എഴുതാമല്ലോ. ഡി ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. അതുപോലെ രണ്ടാമത്തെ നോക്കുവാണെങ്കിൽ 2y dy എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ എന്ന് എഴുതാം അതിനെ, ഡി ഓഫ് വൈ സ്ക്വയർ എന്ന് എഴുതാം അതിനെ, മൈനസ് 2x dx എന്നാണ് വന്നിരിക്കുന്നത്, അതിനെ ഡി ഓഫ് എക്സ് സ്ക്വയർ എന്നും എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഡെറിവേറ്റീവിൻ്റെ ഫോമിലുള്ള ഇക്വേഷനായിട്ട് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓൺ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓൺ ഇൻ്റഗ്രേറ്റിംഗ് വി ഗെറ്റ്, ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈ ഡെറിവേറ്റീവ് എല്ലാം പോയി നമുക്ക് എങ്ങനെ വരും? എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് സി, അല്ലെങ്കിൽ സി ഡാഷ് നോക്കാം. എ കോൺസ്റ്റൻറ്റ് സി ഡാഷ് എന്ന് കിട്ടി. പിന്നെ മൊത്തത്തിൽ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ -1 ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് സി ഡാഷ് എന്ന് എടുക്കാം. മൊത്തത്തിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എക്സ് വൈ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സി ഡാഷ്, അല്ലേ? മൈനസ് സി ഡാഷ് എന്ന് കിട്ടി. ഇനി ഓപ്ഷൻ നോക്കിക്കേ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ ഈക്വൽ ടു ഈ സി മൈനസ് സി ഡാഷിന് പകരം വേറൊരു കോൺസ്റ്റൻറ്റ് സി എന്ന് കൊടുത്തു. അപ്പോൾ ഇത് ഏതുമായിട്ട് മാച്ചിങ് ആണ്? നമ്മുടെ ഓപ്ഷൻ എ നോക്കി, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ ഈക്വൽ ടു സി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ ഈക്വൽ ടു സി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ മൈനസ് സി ഡാഷിന് പകരം വേറൊരു കോൺസ്റ്റൻറ്റ് സി ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ജനറൽ സൊല്യൂഷനാണ് ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഓൾ റേഷ്യോ 3/2 ഈക്വൽ ടു 0 ആർ റെസ്പെക്റ്റീവ്ലി. ഓപ്ഷൻസ് 2, 4, 2, 3, 2, 2, 3, 4, 4, 3. ഓർഡറും ഡിഗ്രിയും ഏതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്? അപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുവാണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഓൾ റേസ് ടു 3/2 ഈക്വൽ ടു 0. ഇക്വേഷൻ നമുക്ക് ഈ റൂട്ടിൻ്റെ ഫോമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ മാറ്റിയാൽ ഞാൻ റൂട്ടിൻ്റെ ഭാഗത്തെ റൈറ്റിലേക്ക് കൊണ്ടുപോകണം. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഓൾ റേസ് ടു 3/2. ഇനി രണ്ട് സൈഡും ഒന്ന് സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓൾ സ്ക്വയർ ഈക്വൽ ടു, ഈ മൈനസും സ്ക്വയർ റൂട്ടും പോകും ഈ സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ. ബാക്കി വരുന്നത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഓൾ റേസ് ടു 3/2. സ്ക്വയർ റൂട്ടും നെഗറ്റീവും പോയിക്കോളും. ഇനി ഈ എക്സ് സ്ക്വയറിനെ ലെഫ്റ്റിലേക്ക് എടുക്കുക. അതായത് എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഓൾ റേസ് ടു 3/2.
അപ്പോൾ നമുക്ക് നമ്മുടെ ജനറൽ ഫോമിലുള്ള ഫോർമാറ്റിലേക്കായോ. അപ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും ഇവിടെ 3/2 അല്ലേ വന്നേക്കുന്നത്. നമുക്ക് ഡിഗ്രി പറയണമെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണമല്ലോ. അപ്പോൾ 3/2 എന്നുള്ള ഫോമിൽ വരാൻ പറ്റില്ല. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇതിനെ സ്ക്വയർ ചെയ്യാം. വീണ്ടും സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, d²y/dx² ഹോൾ സ്ക്വയർ മൈനസ് x² ഈ ടേം മൊത്തം സ്ക്വയർ എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു dy/dx ഹോൾ റേസ് ടു 3/2 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് വരും, dy/dx ഹോൾ ക്യൂബ് എന്ന് വരും. dy/dx ഹോൾ ക്യൂബ് എന്ന് റൈറ്റ് സൈഡിൽ വരും. ലെഫ്റ്റ് സൈഡിൽ എങ്ങനെ വരും, ലെഫ്റ്റ് സൈഡിൽ വരുന്നത് a-b ഹോൾ സ്ക്വയർ എന്നുള്ള എക്സ്പാൻഷൻ കൊടുക്കുക. അപ്പോൾ d²y/dx² ഓൾ റേസ് ടു 4 വരും. ദെൻ മൈനസ് 2 ഇൻറ്റു d²y/dx² ഇൻറ്റു x². ദെൻ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ x⁴ അല്ലേ, x⁴ ഈക്വൽ ടു dy/dx ഹോൾ ക്യൂബ് എന്ന് വരും. ഇപ്പോൾ ഇനി നമ്മുടെ ജനറൽ ഫോർമാറ്റിലേക്കായല്ലോ അല്ലേ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോമിലേക്കായി. ഇനി നമുക്ക് നോക്കാം ഓർഡർ എന്താണ്, ഡിഗ്രി എന്താണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കാം. ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണോ അത് എത്രയാണോ, അത് ഫസ്റ്റ് ഓർഡർ ആണോ, സെക്കൻഡ് ഓർഡർ ആണോ, തേർഡ് ഓർഡർ ആണോ, അതാണ് ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത്. ആയിട്ടുള്ള ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, d²y/dx² ആണ്. ഓക്കെ, അപ്പോൾ d²y/dx², അപ്പോൾ സെക്കൻഡ് ഓർഡർ ആണ് നമ്മൾ പറയാം. d²y/dx² എന്ന് പറയുമ്പോഴത്തേക്കും സെക്കൻഡ് ഓർഡർ ആണെന്ന് പറയും. ഇനി ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ ഡെഫിനേഷൻ അനുസരിച്ച് ഏതാണോ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് അതിൻ്റെ പവർ എത്രയാണെന്ന് നോക്കാം. ഇവിടെ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞു d²y/dx² ആണെന്ന് പറഞ്ഞു, അതിൻ്റെ പവർ എത്രയാണെന്ന് നോക്കാം. അതിൻ്റെ പവർ ഇവിടെ വന്നിരിക്കുന്നത് 4 ആണ് അല്ലേ. d²y/dx² ഹയ്യസ്റ്റ് പവർ എന്ന് പറയുന്നത് 4 ആണ്. അതുകൊണ്ട് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ആണ്. അപ്പോൾ 2, 4 ആണ് ഇവിടുത്തെ ആൻസർ. റെസ്പെക്റ്റീവ്ലി എന്ന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓർഡർ ആദ്യം എഴുതുക, ഡിഗ്രി രണ്ടാമത് എഴുതുക. ഓർഡർ 2, ഡിഗ്രി 4. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സൊല്യൂഷൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.